ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയിഡറിയിലെ പിസ്റ്റൽ സ്റ്റിച്ച് അല്ലെങ്കിൽ ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ പിസ്റ്റൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഔട്ടർ സർക്കിളും അകത്തൊരു ഇന്നർ സർക്കിളും അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂചി ഈ സെൻട്രൽ പോയിൻറ്റിലൂടെ തുണിയുടെ മുകളിലോട്ട് നന്നായി ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ സൂചിയിലൂടെ നൂല് ഒരു 2-3 വട്ടം ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈ ഔട്ടർ സർക്കിളിലെ ഒരു പോയിൻറ്റിലൂടെ സൂചി താഴോട്ട് വലിക്കാം. ഇത് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ സൂചിയിലൂടെ നൂല് ചുറ്റിയതിന് ശേഷം വളരെ അടുത്തുള്ള പോയിൻറ്റിൽ കൂടെ തന്നെയാണ് സൂചി താഴോട്ട് വലിക്കുന്നത്. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ സൂചി താഴോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ലൈനിൻ്റെ അറ്റത്ത് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തതുപോലെ ആയിരിക്കും കാണുമ്പോൾ ഉണ്ടാവുക. അതാണ് ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ ഔട്ടർ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഒന്നെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം. ഞാനിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു കളർ വെച്ചിട്ട് ഈ റെഡിൻ്റെ ഓരോ റെഡ് കളറിലുള്ള സ്റ്റിച്ചിൻ്റെയും ഇടയിൽ വേറൊരു കളർ വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ ഉള്ളിലൊരു ചെറിയൊരു സർക്കിളും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറിലുള്ളത് കുറച്ച് നീളത്തിലിരിക്കും, അതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ബ്ലൂ കളറിലുള്ളത് കുറച്ച് നീളം കുറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ഒരു വലിയ ലൈൻ പിന്നെ ഒരു ചെറിയ ലൈൻ അങ്ങനെ ആയിരിക്കും ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. ആ ഷേപ്പിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് സൂചി താഴോട്ട് കൊടുത്താൽ മതി. നമുക്ക് ഫ്ലവേഴ്സ് മാത്രമല്ല ലീഫും ഈ പിസ്റ്റൽ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓരോ റെഡ് കളറിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഓരോ സ്റ്റിച്ചിനും കൂടിയുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൂചി താഴോട്ട് കൊണ്ടുപോയി ഒരു കെട്ടിട്ട് ബാക്കി നൂല് കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. ഇപ്പം ഞാൻ റെഡ് കളറ് ഈ സർക്കിൾ കംപ്ലീറ്റായി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര മാത്രം ചെയ്യാം. ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ വല്ല മുത്തോ മിററോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. അല്ലെങ്കിൽ ഇതന്നെ കുറച്ചും കൂടിയും അടുപ്പിച്ച് ചെയ്യാം. ഞാൻ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു മുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ റെഡ് കളറിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ബ്ലൂ കളറിൽ ചെറിയ സ്റ്റിച്ചസും ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുത്ത് നടുവിലായിട്ട് വയ്ക്കാം. അത് ഞാൻ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു നൂലാണ് സൂചിയിൽ കോർത്തെടുക്കുന്നത്. എന്നിട്ട് ഈ മുത്ത് കോർത്ത് അത് താഴോട്ട് കൊണ്ടുപോയി ഒന്ന് കെട്ടിട്ട് ഉറപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ റെഡ് കളറിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെയും ഇടയിൽ ഗ്യാപ്പിലായിട്ട് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ബ്ലൂ കളർ സ്റ്റിച്ചസും കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റൽ സ്റ്റിച്ച് ഉപയോഗിച്ച് ചുരിദാറിൽ ചെയ്തെടുത്തൊരു വർക്കാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്രീൻ കളറിൽ പിസ്റ്റൽ സ്റ്റിച്ചസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നിൻ്റെ ഇടയിൽ നടുവിലായിട്ട് ഇങ്ങനെ കുറച്ച് ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് 2 കളറിലുള്ള ബീഡ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.